ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ഇന്ന് ഈ ഏരിയ മേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്. സ്കൂൾ റീഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതാണ് ഈ ഒരു ഡെസ്ക് മേക്ക് ഓവർ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്ന് ചെറിയ മേക്ക് ഓവറൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ആ സ്പേസിലിരുന്ന് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തോന്നും. അതുകൊണ്ട് തന്നെ ഓരോ മന്ത് ഞാൻ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ എൻ്റെ ഡെസ്കിൽ വരുത്താറുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഡെസ്ക് മേക്ക് ഓവറൊക്കെ ചെയ്തത് സ്കൂൾ റീഓപ്പൺ ചെയ്ത് 1 വീക്ക് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ഡിലേ ആയത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ എൻ്റെ സൗണ്ടിന് കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. കാരണം എനിക്ക് കഴിഞ്ഞ ഒരു വീക്ക് പനിയായിരുന്നു. സോ അതിപ്പോഴും മുഴുവനായിട്ട് മാറിയിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തന്നേ ഉള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഡെസ്കിലുള്ള എല്ലാ ഓർഗനൈസറും മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് വാളിൽ കുറച്ച് പോസ്റ്റേഴ്സും വിഷൻ ബോർഡും കലണ്ടറും ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. പോസ്റ്റേഴ്സിന് ഗ്ലൂ കൊണ്ടാണ് സ്റ്റിക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് പേപ്പറൊക്കെ വാളിലുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ സൈഡിലുള്ള ആ ഒരു ബോർഡ് ഞാൻ മാറ്റിയിട്ടില്ല. അതിലാണ് ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റൊക്കെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു ടേബിൾ ക്ലോത്ത് കൂടെ മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് വാട്ടറൊക്കെ സ്പ്രേ ചെയ്ത് ആ ഒരു ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷനിലോട്ട് കിടക്കാം. ഈ ഒരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് വാൾ പോസ്റ്റേഴ്സ് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മോട്ടിവേഷണൽ കോഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന പോസ്റ്റേഴ്സാണ് ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഈ പോസ്റ്റേഴ്സൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ക്യാൻവയിൽ എഡിറ്റ് ചെയ്താണ് പ്രിൻ്റ് ചെയ്തത്. ഈ ഒരു വാൾ പോസ്റ്റേഴ്സ് ഞാൻ പല സൈസിലാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാം ഒരു സൈസിൽ വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതുപോലെ ഒരുപാട് വാൾ പോസ്റ്റേഴ്സ് പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതുപോലെ പ്രിൻ്റ് എടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വിഷൻ ബോർഡ് കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ അവിടെ ഒരു ഹുക്കിൽ വീക്ക്ലി പ്ലാനർ കൂടെ ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കലണ്ടറും സൈഡിൽ ഹാങ് ചെയ്യുന്നുണ്ട്. ഞാൻ ജൂലൈയിലെ കലണ്ടർ ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ജൂണിലെ കലണ്ടർ അവിടെ ഇട്ടത്. ഇപ്രാവശ്യം ഡെസ്ക് മേക്ക് ഓവർ ചെയ്യുമ്പോൾ ഡെസ്കിൽ ഒരുപാട് സാധനങ്ങൾ വയ്ക്കാതെ വളരെ മിനിമലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ 2 ഓർഗനൈസേഴ്സ് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആ ഒരു ബുക്ക് ഓർഗനൈസറാണ്. സെക്കൻഡ് വൺ ഈ ഒരു പിൻട്രസ്റ്റി ഡെസ്ക് ഓർഗനൈസറാണ്. പിൻട്രസ്റ്റിൽ നോക്കുമ്പോൾ മിക്ക ഡെസ്കുകളിലും ഇങ്ങനെ ഒരു ഓർഗനൈസർ കാണാം. അപ്പോൾ എനിക്കിതൊന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തതാണ്. ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് കുറച്ച് മെഷർമെൻറ്റ്സ് ഒക്കെ എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഫൈനൽ ലുക്ക് എനിക്ക് വളരെ ഇഷ്ടമായി. എനിക്ക് പ്ലാന്റ്സ് ഒക്കെ ഡെസ്കിൽ വയ്ക്കുന്നത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു ഗ്രീൻ ടച്ച് കൊണ്ടുവരാനായിട്ട് മണി പ്ലാന്റ് കൂടെ വയ്ക്കുന്നുണ്ട്. ദെൻ 2 പെൻ ഓർഗനൈസേഴ്സാണ് ഞാൻ എൻ്റെ ഡെസ്കിൽ വെച്ചിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ഡെസ്കിൽ വെച്ചിട്ടുള്ളത്. ആ ഒരു ഓർഗനൈസറിൽ ഞാൻ കുറച്ച് ഹാൻഡ് മെയ്ഡ് വാഷി ടൈപ്സും സ്റ്റിക്കി നോട്ട്സും അതുപോലെ സ്കെച്ച് പെൻസ് ക്രയോൺസ് ഒക്കെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാണ് നമ്മുടെ ഡെസ്കിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. See you in the next video. Bye bye.